ഹായ് ഫ്രണ്ട്സ്, ലോഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിമിനൽ കോഡ്സ് അണ്ടർ BNSS ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ എല്ലാ ഹൈക്കോർട്ടിന്റെയും മേലെയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 124 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിലാണ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോർട്ടിൽ ഉണ്ടാവുക ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന മറ്റുള്ള ജഡ്ജസും ആണ് നമ്മുടെ സുപ്രീം കോർട്ടിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ആണ്. അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോർട്ടിൽ ഹൈക്കോർട്ടിൽ നിന്ന് വരുന്ന അപ്പീലുകൾ, അത് സിവിൽ കേസിലായിക്കോട്ടെ, ക്രിമിനൽ കേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സിലായിക്കോട്ടെ, ഇവയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മാറ്റേഴ്സ് ആണ് നമ്മൾ അവിടെ സുപ്രീം കോർട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോർട്ടിന് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതായത് പ്രസിഡന്റ്സിന് അഡ്വൈസ് കൊടുക്കാനുള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 143 നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റിട്ട് ജൂറിസ്ഡിക്ഷനും സുപ്രീം കോർട്ടിന് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോർട്ടിനെ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ടാണ്. അതായത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹൈക്കോർട്ടിനെയാണ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന് ഒരു ഹൈക്കോർട്ടാണ് ഉണ്ടാവുക. പക്ഷെ ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരേ ഹൈക്കോർട്ട് തന്നെ രണ്ടിലധികം സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഹൈക്കോർട്ടുകളും ഇന്ന് നിലവിലുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 214 പ്രകാരമാണ് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഗവർണറാണ്. പക്ഷെ ഇവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസും ആണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ സിവിലും ക്രിമിനലും ആയിട്ടുള്ള മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം റിട്ട് ജൂറിസ്ഡിക്ഷനും ഹൈക്കോർട്ടിന് ഉണ്ട്. ഹൈക്കോർട്ടിൽ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതർ ജഡ്ജസും ഉണ്ടാവും. അത് ഓരോ സ്റ്റേറ്റിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ജഡ്ജസിന്റെ എണ്ണം നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 62 ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് സെഷൻസ് കോർട്ടാണ്. അതായത് നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ അതായത് BNSSന്റെ സെക്ഷൻ 8 സെഷൻസ് കോർട്ടിനെ പറ്റി പറയുന്നത്. സെഷൻസ് കോർട്ട് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന കോർട്ടാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈക്കോർട്ടാണ് ഇവിടത്തേക്ക് ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതായത് സെഷൻ ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഹൈക്കോർട്ടാണ്. ഇനി കേസിന്റെ ഓവർലോഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് അഡീഷണൽ സെഷൻ ജഡ്ജിനെയും നമ്മുടെ ഹൈക്കോർട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെഷൻ കോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആണ്. അതായത് മർഡർ, റോബറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ സെഷൻസ് കോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തെ സെഷൻ ജഡ്ജ് ആബ്സെന്റ് ആണെങ്കിൽ അവിടേക്ക് അഡീഷണൽ സെഷൻ ജഡ്ജിനോ അതുപോലെ തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ആ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഹൈക്കോർട്ട് പറയുകയാണെങ്കിൽ ആ മാറ്റേഴ്സിൽ തീർപ്പ് കൽപ്പിക്കാനും ഈ അഡീഷണൽ സെഷൻ ജഡ്ജിനോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അധികാരം ഉണ്ടാവുന്നതുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. നമ്മുടെ BNSSന്റെ സെക്ഷൻ 9 കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും രണ്ടാമത്തത് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും. ഇത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഹൈക്കോർട്ട് ആയിരിക്കും. അപ്പോൾ ഇനി വരുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടാണ്. ഇത് സെക്ഷൻ 10 ഓഫ് BNSSലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഉണ്ടാവും. ഇത് ഹൈക്കോർട്ടാണ് ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഇനി ഹൈക്കോർട്ട് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ പവർ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അത് ഹൈക്കോർട്ട് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ പവർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. സെക്ഷൻ 11 ഓഫ് BNSSലാണ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ പറ്റി പറയുന്നത്. ഈ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള കേസിനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലാസസ് ഓഫ് കേസസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ആയിട്ടായിരിക്കും ഈ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എന്നാണ് സെക്ഷൻ 11 പറയുന്നത്.
ഇനി അടുത്ത വരുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. സെക്ഷൻ 14 ഓഫ് BNSSലാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സിന്റെ പവറിനെ പറ്റിയിട്ട് പറയുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യാറുണ്ട്. ഇതിലൊരാളെയാണ് നമ്മൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഒരാളെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സെയിം പവർ എക്സസൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സബോർഡിനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും സെക്ഷൻ 14 പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജുവനൈൽ കോർട്സ് ആണ്. അതിനു മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ജുവനൈൽ കോർട്സ്? ജുവനൈൽ കോർട്സിന് BNSSൽ ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ പറയുന്നില്ല. നമ്മുടെ ജുവനൈൽ കോർട്സ് അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രവർത്തിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 ബേസ് ചെയ്തിട്ടാണ്, JJ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജുവനൈൽ കോർട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് JJ ആക്ട് പ്രകാരം വരുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ക്രിമിനൽ കോർട്ടുകൾ ഇല്ല എന്നതാണ് JJ ആക്ടിൽ പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് വരുന്നത് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടാണ്. ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിനെ പറ്റിയിട്ടും BNSൽ ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ പറയുന്നില്ല. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്ന് പറയുന്നത് ഹൈക്കോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടുകളെയാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് സ്പീഡി ആയിട്ടുള്ള ട്രയൽ, അതായത് ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് കേസസിൽ സ്പീഡി ആയിട്ടുള്ള ട്രയൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതായത് സെക്ഷൽ ഒഫൻസ്, വുമൻസിനും ചിൽഡ്രൻസിനും എതിരായിട്ടുള്ള ക്രൈംസ്, ഇതിനൊക്കെ എതിരായിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് നിലവിൽ വന്നിട്ടുള്ളത്. നമ്മുടെ സെഷൻ കോർട്ടിന്റെ അണ്ടറിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്പീഡി ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ട്രയലും നടത്തുക, ഡിജിറ്റൽ പ്രൊസീജിയേഴ്സിൽ സ്ട്രിക്ട്ലി ടൈം ലൈൻസ് ഫോളോ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.